ലാസ്റ്റ് ഡേ ഇറ്റലിയിലെ മറ്റൊരു ഫേമസ് ആൻഡ് ബ്യൂട്ടിഫുൾ നഗരമായിട്ടുള്ള ഫ്ലോറൻസ് വിസിറ്റ് ചെയ്യാനുള്ള പ്ലാനായിരുന്നു. പക്ഷേ സാഹചര്യവശാൽ ആ പ്ലാൻ ക്യാൻസൽ. ബട്ട് വി ഹാഡ് എ പ്ലാൻ ബി. സാഹചര്യങ്ങൾ മറ്റൊരു രീതിയിൽ അനുകൂലമായതുകൊണ്ട് പുതിയ പ്ലാൻ ബിക്കം വളരെ ഈസി. കഴിഞ്ഞ 1.5 കൊല്ലമായിട്ട് കടലില്ലാത്തൊരു രാജ്യത്ത് നിൽക്കുന്നതുകൊണ്ട് ഇവിടുത്തെ കടൽ കാണാൻ പോകാന്നുള്ളതാണ് അടുത്ത പ്ലാൻ. യൂറോപ്പിലെ കടൽക്കരയ്ക്ക് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോന്ന് അറിയാലോ? 9:30 ആയപ്പോഴേക്ക് റോമിലെ റൂം വെക്കേറ്റ് ചെയ്ത് സിറ്റി സെന്റർ, ദെൻ മെട്രോ ബി ടു പിരാമിഡ് സ്റ്റേഷൻ, പിന്നെ തൊട്ടടുത്ത പോർട്ടാ സാൻ പൗലോ ട്രെയിൻ സ്റ്റേഷനിലേക്ക്, ദെൻ മെട്രോമാരെ ട്രെയിനിൽ സിറ്റിയോട് വിട പറഞ്ഞ് 72 മണിക്കൂർ മുമ്പ് എടുത്തിട്ടുള്ള ട്രാവൽ പാസിന്റെ വാലിഡിറ്റി കഴിഞ്ഞ മിനിറ്റുകൾ ശേഷിക്കെ സ്റ്റെല്ല പൊളാര എന്ന തീരദേശ സ്റ്റേഷനിൽ പെർഫെക്റ്റ് ആയിട്ട് വന്നിറങ്ങി. ലാൻഡ് ചെയ്ത് സിയാംപിനോ എയർപോർട്ടിലായിരുന്നെങ്കിൽ മടക്ക ഇനി ഇവിടെ കടൽ തീരത്തോട് അടുത്തുള്ള ഫ്യൂമിസിനോ എയർപോർട്ടിൽ നിന്നായതുകൊണ്ടാണ് ഈ പ്ലാൻ ബി കൂടുതൽ ഈസി ആൻഡ് വർത്ത് ആയിട്ട് മാറിയത്. 1 കിലോമീറ്റർ സംസാരിച്ച് നടന്നപ്പോഴേക്ക് കടൽ തീരമായി. ഇവിടെ കുറേ പ്രൈവറ്റ് ബീച്ചുകളാണ് കൂടുതലും. അങ്ങനെ കരയിലൂടെ നടന്നൊരു പബ്ലിക് ബീച്ച് കണ്ടെത്തി തൊട്ടടുത്ത ബീച്ച് റെസ്റ്റോറൻറ്റിൽ നിന്ന് ഉച്ചയ്ക്ക് ഒരു ഇറ്റാലിയൻ പാസ്തയും പാസ്സാക്കി ബീച്ചിലേക്ക് ഇറങ്ങി. ഇറ്റാലിയൻ കടലിലെ ഉച്ചയും വൈകിട്ടത്തെ കാഴ്ചയും കഴിഞ്ഞ് തൊട്ടടുത്ത പട്ടണമായിട്ടുള്ള ലിഡോ ഡി ഓസ്റ്റിയയിലെ ഇന്ത്യൻ റെസ്റ്റോറൻറ്റിൽ നിന്ന് ഡിന്നർ, ദെൻ ലിഡോ സെൻട്രൽ ബസ് സ്റ്റേഷനിൽ നിന്നും എയർപോർട്ടിലേക്കുള്ള കോട്ടൽ ബസിന്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് ടിക്കറ്റ് എടുക്കാൻ നോക്കിയപ്പോൾ കോംപ്ലിക്കേറ്റഡ് ആയ ആപ്പ് കാരണം ടിക്കറ്റ് കിട്ടിയില്ല. കോപ്പ്. ബസ്സിൽ നിന്ന് ഡയറക്റ്റ് എടുക്കാൻ നോക്കിയപ്പോൾ അതിലെ ടിക്കറ്റ് മെഷീനും വർക്ക് ആവുന്നില്ല. ഫിസിക്കൽ ടിക്കറ്റ് ബസ് സ്റ്റേഷനിലെ ടൊബാക്കോ ഷോപ്പിൽ നിന്ന് കിട്ടുന്നുള്ള ഇൻഫർമേഷൻ തന്ന് നമ്മളെ ഫ്രീ ആയിട്ട് ഫ്യൂമിച്ചിനോ ലിയനാർഡോ ഡാവിഞ്ചി ഇന്റർനാഷണൽ എയർപോർട്ടിൽ ഇറക്കി തന്നു ഡ്രൈവർ. ആൻഡ് നമുക്ക് ഇവിടെ ഒരു രാത്രി കൂടെ ബാക്കിയുണ്ട്, ബിക്കോസ് ഫ്ലൈറ്റ് ഈസ് അറ്റ് ഏർലി മോർണിംഗ് നെക്സ്റ്റ് ഡേ. അങ്ങനെ അവസാന രാത്രി എയർപോർട്ടിൽ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഫ്രീ സ്റ്റേ. ബൈ ഫ്രം സം ഗുഡ് ആൻഡ് ഡിഫറെന്റ് എക്സ്പീരിയൻസസ്.